ഹലോ എവറി വൺ, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈനറി ട്രീനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബൈനറി സെർച്ച് ട്രീ ആണ്, വിച്ച് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബൈനറി ട്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് ട്രീ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ എ ബൈനറി സെർച്ച് ട്രീ ദ വാല്യൂ ഓഫ് ഓൾ ദ നോഡ്സ് ഇൻ ദി ലെഫ്റ്റ് സബ് ട്രീ ഈസ് ലെസ് ദാൻ ദി വാല്യൂ ഓഫ് ദി റൂട്ട്. സിമിലർലി ദ വാല്യൂ ഓഫ് ഓൾ നോഡ്സ് ഇൻ ദി റൈറ്റ് സബ് ട്രീ ഈസ് ഗ്രേറ്റർ ദാൻ or equal to the value of the root. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈനറി സെർച്ച് ട്രീയിൽ മെയിനായിട്ട് രണ്ട് സെക്ഷൻസ് ആണുള്ളത്. നമുക്ക് ലെഫ്റ്റ് സബ് ട്രീ, റൈറ്റ് സബ് ട്രീ. ലെഫ്റ്റ് സബ് ട്രീ എന്താണ്, റൈറ്റ് സബ് ട്രീ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് സൈഡിലുള്ള നോട്ട്സ് ഈ ട്രീ ആണ്, ഈ ഒരു സെക്ഷനാണ് നമ്മൾ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സബ് ട്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ ആയിരിക്കും റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇങ്ങനെ രണ്ട് സബ് ട്രീ ആയിട്ട് നമുക്കൊരു ട്രീനെ ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു നോഡ് എടുക്കുകയാണെങ്കിലും, ഏതൊരു റൂട്ട് നോഡ് എടുക്കുകയാണെങ്കിലും ആ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റിലുള്ള നോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ആ റൂട്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ആ റൂട്ട് നോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ നോക്കി, ഇതൊരു ട്രീ ആണ്, ഒരു ബൈനറി ട്രീ ആണ് അല്ലേ. ഈ ഒരു ബൈനറി ട്രീ നമ്മൾ ബൈനറി സെർച്ച് ട്രീ ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ 15 എന്ന് പറഞ്ഞതാണ് ഇവിടെ റൂട്ട് നോഡ്. ഈ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയേ, ലെഫ്റ്റ് നോഡ് ഏതാണ്, 10 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ദി റൂട്ട് അല്ലേ. ഇത് നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലുള്ള നോഡിൻ്റെ വാല്യൂ എപ്പോഴും റൂട്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാളും ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞത് റൂട്ട് നോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി 15ൻ്റെ റൈറ്റ് നോഡ് എടുക്കുകയാണെങ്കിൽ 20 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 15 അല്ലേ. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പോൾ 10 എന്ന് പറഞ്ഞ ഒരു ഈ നോഡ് എടുക്കുകയാണ്, ഇത് റൂട്ട് നോഡാണ് അല്ലേ. അതായത് അതിൻ്റെ ചിൽഡ്രൻ ആണ് 8 and 12. അതുപോലെ 20യുടെ ചിൽഡ്രൻ ആണ് 17 and 20. അപ്പോൾ 10ഉം 20ഉം എന്താണ്, റൂട്ട് നോഡാണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞ നോഡിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് നോഡിൻ്റെ വാല്യൂ നോക്കിയാൽ ഈസ് ലെസ് ദാൻ 10 അല്ലേ, 8 ആണ് ഇവിടെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 10, അതായത് 12 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 20 റൂട്ട് നോഡാണ്, റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ ലെസ് ദാൻ 20, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 12ന് പകരം 16 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആവും. അപ്പോൾ 10 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10, നോ പ്രോബ്ലം അല്ലേ. പക്ഷേ 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 15 ആണ്. ഗ്രേറ്റർ ദാൻ 15 ആണെങ്കിൽ എവിടെയാണ് വരേണ്ടത്, റൈറ്റ് സൈഡിലോട്ടാണ് വരേണ്ടത്. പക്ഷെ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആവില്ല. ഇവിടെ ആഡ് ചെയ്തേക്ക് നോക്കിയാൽ 20നേക്കാളും ലെസ് ദാൻ ആണ് 70. ബട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് സബ് ട്രീയിൽ എപ്പോഴും റൂട്ട് നോഡിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ 17 എന്ന് പറയുന്നത് 15ൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 15. കണ്ടോ, 17 എന്ന് പറഞ്ഞ നോഡ് 20 എന്ന് പറഞ്ഞ നോഡിനെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അതിൻ്റെ പാരൻറ്റ് നോഡിനെ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 20 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. പക്ഷേ 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 15 എന്ന് പറഞ്ഞ നോഡിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് 17 എന്ന് പറഞ്ഞ നോഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂസ് ആവരുത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും റൂട്ട് നോഡിൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ വാല്യൂസിനായിരിക്കും ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ലെസ് വാല്യൂസിനായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ലിങ്കർ ലിസ്റ്റ് ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. പക്ഷേ അത്രയും ടൈം നമുക്കിവിടെ ബൈനറി സെർച്ച് ട്രീയിൽ വേണ്ട. നമുക്ക് അത്രയും അതിലും എളുപ്പത്തിൽ നമുക്കൊരു പർട്ടിക്കുലർ എലമെൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബൈനറി സെർച്ച് ട്രീയിൽ നമുക്കൊരു പർട്ടിക്കുലർ എലമെൻറ്റിനെ നമ്മൾ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈനറി സെർച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെർച്ചിങ് മെത്തേഡാണ് ബൈനറി സെർച്ച്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് 10, 12, 13, 14, 15. ഓക്കെ, ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ 12 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എനിക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ബൈനറി സെർച്ച് കോൺസെപ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എല്ലാ എലമെൻറ്റിനെയും നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം ഒരു മിഡ് എലമെൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇതിൻ്റെ മിഡ് എലമെൻറ്റ് ഏതാണ്, 13 ആണ് ഇതിൻ്റെ മിഡ് എലമെൻറ്റ് അല്ലേ. ഈ മിഡ് എലമെൻറ്റിനെ
നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. മിഡ് എലമെൻറ്റിനെ സെർച്ച് എലമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. സെർച്ച് എലമെൻറ്റ് ഈസ് ലെസ് ദാൻ മിഡ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലോട്ട് മൂവ് ചെയ്യും. അതായത് ലെഫ്റ്റ് സൈഡ് മാത്രമാണ് പിന്നെ കമ്പയർ ചെയ്യുള്ളൂ. 14 15 ഒന്നും കമ്പയർ ചെയ്യില്ല, കാരണം 12 ലെസ് ദാൻ 13 ആണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ 14 ആണ് നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 14 13 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്, റൈറ്റ് സൈഡിലോട്ടായിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ബൈനറി സെർച്ച് ട്രീയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ 12 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമുക്കിവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൂട്ട് നോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 12 ഈസ് ലെസ് ദാൻ 15 ആണ്. ലെസ് ദാൻ 15 ആണെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീ ആയിരിക്കും കമ്പാരിസൺ ചെയ്യുള്ളൂ, റൈറ്റ് സബ് ട്രീ കമ്പാരിസൺ ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഈ ഒരു സെക്ഷൻ മാത്രം നമുക്ക് കമ്പയർ ചെയ്താൽ മതി അല്ലേ? നെക്സ്റ്റ് ഈ നോഡിലോട്ട് വരും അല്ലേ? ഈ നോഡിൽ വെച്ചിട്ട് അഗെയിൻ കമ്പയർ ചെയ്യാണ്. 12 ഈസ് ഗ്രേറ്റർ ദാൻ 10. ഗ്രേറ്റർ ദാൻ 10 ആകുമ്പോൾ 10ൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകും. റൈറ്റ് സൈഡിൽ അഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12 എന്ന് പറഞ്ഞ ഐറ്റത്തിന് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സെർച്ച് ടൈം ഇവിടെ കുറഞ്ഞു വരാണ് അല്ലേ? n എലമെൻ്റ് ഉള്ളിടത്ത് നമുക്ക് n/2 എലമെൻറ്റ് നമുക്ക് കമ്പാരിസൺ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 10 വരെ എത്തി. അഗെയിൻ നമ്മൾ കമ്പാരിസൺ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ n/4 ആയി. ഇങ്ങനെ കുറഞ്ഞു വന്ന് ഫസ്റ്റ് നമ്മൾ ടേം ഫൈൻഡ് ചെയ്യണ വരെ ആയിരിക്കും കമ്പാരിസൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈനറി സെർച്ച് ട്രീയിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാനുള്ള ആവറേജ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗ് ആൻഡ് ടൈം മാത്രം മതി. ഓക്കെ, ഇത് ആവറേജ് കേസാണ് പറയുന്നത്. ആവറേജ് കേസ് എപ്പോഴും വരുന്നത് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീയിലാണ്. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ? അടുത്ത ടേമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബൈനറി സെർച്ച് ട്രീ ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റും നമ്മളുടെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് അല്ല. എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയാം. ഇപ്പോൾ നോക്കി, ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? 1 2. ട്രീയുടെ ഹൈറ്റ് നമ്മൾ എപ്പോഴും റൂട്ടിൽ നിന്ന് ലീഫ് നോഡിലേക്കുള്ള പാത്ത് ലെങ്ത് ആണ് എടുക്കുന്നത് അല്ലേ? 2. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? 1 2. അതായത് 2 - 2 0 ആണ്. അതുകൊണ്ട് സോ ദാറ്റ് ദിസ് ബൈനറി സെർച്ച് ട്രീ ഈസ് ബാലൻസ്ഡ് ട്രീ. അപ്പോൾ ബാലൻസ്ഡ് ട്രീയിൽ എപ്പോഴും ഓർഡർ ഓഫ് ലോഗ് ആൻഡ് ടൈം മാത്രം മതി. പക്ഷേ അതിൻ്റെ വേർസ്റ്റ് കേസ് ഏതായിരിക്കും? അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീയിൽ നമ്മളൊരു എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യുമ്പോൾ അതൊരു വേർസ്റ്റ് കേസ് ആണ് അല്ലേ? ഇതാണ് നമ്മുടെ അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ. ഇതും ഒരു ബൈനറി സെർച്ച് ട്രീ തന്നെയാണ്. നമുക്ക് നോക്കിയാൽ കാണാം. ഇതാണ് റൂട്ട് നോഡ്. റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇത് കാണിച്ചിരിക്കുന്നത് അല്ലേ? ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസ് നമ്മൾ എടുക്കുമ്പോഴും എല്ലാ വാല്യൂസും റൂട്ട് നോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് വാല്യൂസ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബൈനറി സെർച്ച് ട്രീ തന്നെയാണ്. പക്ഷേ ഇതിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 1/1 എലമെൻ്റ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ? റൈറ്റും ലെഫ്റ്റും നമ്മൾ കമ്പയർ ചെയ്യണില്ല. ഇവിടെ n കമ്പാരിസൺ ഉണ്ടെങ്കിൽ n-1 കമ്പാരിസൺ, n-2 കമ്പാരിസൺ, n-3 കമ്പാരിസൺ, ഇങ്ങനെ 1 ടേമാണ് ഇവിടെ റെഡ്യൂസ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേർസ്റ്റ് കേസ്, ഒരു ബൈനറി സെർച്ച് ട്രീയിൽ എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യാനുള്ള വേർസ്റ്റ് കേസ് എപ്പോഴാണ് വരുന്നത്? അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീയിൽ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ആവറേജ് കേസ്, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ആവറേജ് കേസ് ഓർഡർ ഓഫ് ലോഗ് ആൻഡ് ടൈം ആണെങ്കിൽ വേർസ്റ്റ് കേസ് ഏതാണ്? ഓർഡർ ഓഫ് n ആണ്. ഓർഡർ ഓഫ് n എപ്പോഴും വരുന്നത് അൺബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീയിലാണ്. പക്ഷേ എപ്പോഴും പെർഫെക്റ്റ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ ആണ്. ഇതാണ് ഒരു പെർഫെക്റ്റ് ബൈനറി സെർച്ച് ട്രീ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ.